മൈ ഡിയർ ലീഡേഴ്സ്, ഇന്ന് നമ്മുടെ കേസ് അടുത്ത ബുധനാഴ്ചയ്ക്ക് മാറ്റിവെച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും. ഞാൻ മറ്റൊരു കാര്യം കൂടിയും പറയാനാണ് ഇപ്പോൾ ഈ വോയിസിൽ വന്നത്. എന്നെ ഇന്ന് ഒരു 4-5 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ, മേഡത്തിൻ്റെ അനുവാദത്തോട് കൂടി, അല്ലെങ്കിൽ മേഡം പറഞ്ഞിട്ട് കമ്പനിയിലുള്ള കുറച്ച് ലീഡേഴ്സ് മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, മേഡത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാനുള്ള കാര്യം പറയാനാണ് ഇതിൽ വന്നത്. ഞാൻ ഒരാൾക്കും മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ച് വിടുകയോ ചെയ്തിട്ടില്ല. എന്നോട് വന്ന് മറ്റുള്ള ലീഡേഴ്സ് ആയാലും മുന്നേ വർക്ക് ചെയ്തിരുന്ന ലീഡേഴ്സ് പോയവരായാലും ആരായാലും എന്നോട് പറഞ്ഞ കാര്യം, അവർക്ക് വീട്ടിൽ ചിലവിന് വളരെ ബുദ്ധിമുട്ടാണ്, കുട്ടികളുടെ കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, മറ്റുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു കൺസെപ്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ പോവുകയാണ് മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എനിക്ക് അയ്യോ അച്ഛ പോവല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം പോലെ എന്താണ് നിങ്ങൾ ചെയ്തേക്ക് എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ അനുമതി കൊടുത്തുകൊണ്ട് ഹൈറിച്ചുകാരെല്ലാവരും കൂടി വലിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയെ പോകാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ പറയൂല. ഹൈറിച്ചിനെ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് ഇനിയും എൻ്റെയും പ്രധാന സാറിനും കൂടെ നിൽക്കാം. അല്ലാത്തവർക്ക് മറ്റൊരു കമ്പനി തേടി പോകണമെങ്കിൽ പോവാം. അതിന് എനിക്കോ പ്രധാന സാറിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ അനുമതി കൊടുത്തുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള ക്യാൻവാസിങ് ആരും തന്നെ നടത്തരുത്. അത് നമ്മുടെ അറിവിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കമ്പനി തേടി പോകുന്നവർക്ക് തേടി പോവാം. അതിന് എൻ്റെയോ പ്രതാപൻ സാറിൻ്റെയോ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പും ഇല്ല. പക്ഷേ ഞങ്ങളുടെ അനുമതിയോട് കൂടി മറ്റൊരു കമ്പനിയെ പോവാന്നുള്ള വാചകം, അത് തീർത്തും നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വീട്ടിലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ജീവിക്കാൻ മറ്റൊരു രീതിയിൽ കാശിന് ആവശ്യമുണ്ട്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട്, ഈ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി മറ്റൊരു ജോലി നിർബന്ധമാണ്, അപ്പോൾ ഞങ്ങളത് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തോളൂ എന്ന് മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ഇത്തരത്തിൽ മറ്റുള്ളവരെ വിളിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അറിവോടെ അല്ല എന്ന് ഞാൻ നേരിട്ട് വന്ന് പറയും.